പാർട്ടി വഹിക്കാത്ത സ്ഥാനങ്ങളില്ല. ഏറ്റവും ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്നതാണ്. പാർട്ടി എൻ്റെ അമ്മയെ പോലെ. എനിക്ക് പാർട്ടിക്ക് വിഷമം ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. ഇന്നുള്ള നേതാക്കന്മാർ ഏത് നേതാവിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അവർക്കൊപ്പം എൻ്റെ ചോരയും നീര് പാർട്ടിക്ക് ഒഴുക്കിയിട്ടുള്ള ആളാണ് ഞാനും. അതുകൊണ്ട് ഒരു കോംറേഡ്ഷിപ്പ് വേണം ചില കാര്യങ്ങളിൽ. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല, ഒറ്റ പേരേ ഉള്ളൂ എന്നാണ് എന്നെ അറിയിച്ചിരുന്നത്. അങ്ങനെയാണ് അത്. അവിടെ സ്ക്രീനിങ് കമ്മിറ്റി കഴിഞ്ഞ് സീസിലേക്ക് പോകുമ്പോൾ ഒറ്റ പേരേ ഉള്ളൂ എന്നാണ്. ഒറ്റ പേരുള്ളപ്പം സാധാരണഗതിയിൽ പിന്നെ റാറ്റിഫിക്കേഷൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് മുന്നോട്ട് പോയി. പോസ്റ്റർ അടിച്ചു, ബോർഡ് അടിച്ചു, അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി. പെട്ടെന്ന് പിന്നെ അപ്രതീക്ഷിതമായിരുന്നു അത്. പിന്നെ അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് പാർട്ടിക്ക് ഒരു അധികാരത്തിലേക്ക് വരേണ്ട ഒരു സമയത്ത് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ട് പറയുമല്ലോ. പക്ഷേ പാർട്ടിക്കൊരു വിഷമം ഉണ്ടാക്കാനുള്ളൊരു ഏർപ്പാട് ഞാൻ നിൽക്കത്തില്ല. കാരണം എനിക്ക് അവർ പറയുന്ന ന്യായീകരണമൊന്നും ഞാനിവിടെ ഇപ്പോൾ പറയുന്നില്ല. അതൊന്നും പറഞ്ഞാൽ ശരിയാവും. അതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ്. വിഷമമുണ്ടെന്നുള്ളത് സത്യമല്ല, ഇതിനില്ലാത്ത കാര്യമാണ്. കാരണം ഇത്രയും മുന്നോട്ട് പോകണ്ട. അല്ലേ നേരത്തെ പറയണം. നേരത്തെ പറഞ്ഞാൽ മതി. നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് വേറെ വിഷയമൊന്നുമില്ലായിരുന്നു. അങ്ങനെയൊന്നും ഒരു സ്ഥാനത്തിന് വേണ്ടി കളിച്ചു തൂങ്ങി നടക്കുന്ന ആളൊന്നുമല്ല. ഇവിടെ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണല്ലോ അവിടെ പോസ്റ്റർ അടിക്കുകയും യോഗങ്ങൾ വിളിച്ച് ചേർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പോസ്റ്റർ അടിക്കാനും എന്താണ് കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പോസ്റ്റർ അടിക്കാനും ബോർഡ് വയ്ക്കാനും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ പേരേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഒന്നാമത് വളരെ കുറച്ച് സമയമുണ്ട്. ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ പല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഷോർട്ട് ടൈമിൽ മാത്രമല്ല, ഒരാഴ്ച ഹോളി വീക്കാണ് ഞങ്ങളുടെ അവിടെയൊക്കെ. ഒരു പണിയും നടക്കത്തില്ല ആഴ്ച. അപ്പോൾ ആകെ 5-8 ദിവസമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതെല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചത്. കാരണം അപ്പം തന്നെ ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ അതിന് കുറേ ഞാനൊക്കെ അങ്ങനെ വലിയ സമ്പത്തുള്ള ആളൊന്നുമല്ല. അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഏറ്റുമാനൂരിലൊരു വിമത സ്ഥാനാർത്ഥി വരുന്നു എന്നതടക്കമുള്ള വാർത്തകൾ. പാർട്ടിക്ക് വിഷമം ഉണ്ടാക്കാത്ത ഒരു കാര്യം ഞാൻ ചെയ്യില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയെ പോലെ പാർട്ടി കേരളത്തിലെ ഏത് കോൺഗ്രസ്സുകാരനേക്കാളും ജോസഫ് വാഴക്കനെ സംബന്ധിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. ഞാൻ പറയില്ല, ഞാൻ 10-17 വർഷം പാർട്ടിയുടെ സ്പോക്സ്മാനായിരുന്നു. ഒരു ചെറിയ കാര്യം പാർട്ടിക്ക് വിഷമം ഉണ്ടാക്കുന്നത് ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, നാളെ വിട്ട് ചെയ്യുകയില്ല. പ്രചരിക്കുന്നത് തെറ്റായ വാർത്തകളാണെന്നാണ്. അല്ല, അതിങ്ങനെ പെട്ടെന്നുണ്ടാകുമ്പോഴേ, കാരണം കുറേ മുന്നോട്ട് പോയി. ഇത് ഞാൻ ചോദിച്ച സീറ്റല്ല. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എന്നോട് പറഞ്ഞതാണ് കാരണം പോയി ഏറ്റുമാനൂർ മത്സരിക്കണം വാസവനുമായിട്ടെന്നാണ്. ഞാൻ വേറെ സീറ്റുകളായിരുന്നു. എനിക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു, നിന്നിരുന്നു. ഇതും ബന്ധമുള്ളതാണ്. ഞാൻ ഏറ്റുമാനൂർ എൻ്റെ ഒരു തട്ടകമായിരുന്നു ഒരു കാലത്ത്. ഏതാണ്ട് ഞാനവിടെ നിന്ന് KPCC മെമ്പറായി 91 കെ ആന്റണി കരുണാകരൻ മത്സരം നടക്കുന്ന ഇലക്ഷനിൽ ഞാൻ അവിടെ നിന്ന് KPCC മെമ്പറായി എലക്ട് ചെയ്തിട്ട ആളാണ്. എൻ്റെ തട്ടകം 25 കൊല്ലത്തോളം ഞാൻ ഏറ്റുമാനൂർ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ആളാണ്. പിന്നെ മൂവാറ്റുപുഴ MLA ആയപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഈ അവസാനം വെട്ടുവരുമ്പോഴേ അതിൽ സ്വാഭാവികമായിട്ട് അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ എന്താണെന്നുള്ളത് താങ്കൾ എന്തെങ്കിലും. അതാ ഞാൻ പറയുന്നത്, കോംറേഡ്ഷിപ്പ് വേണം. നമ്മളോട് ആരോടാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകണം. പാർട്ടി ലീഡർഷിപ്പ് പറയും ഇന്ന കാരണങ്ങൾ ഇന്ന കാര്യങ്ങൾ, പക്ഷേ അപ്പോൾ നമ്മളത് അംഗീകരിക്കും. ഞാനങ്ങനെ ഇതൊന്നും തർക്കിക്കുന്ന ആളൊന്നുമല്ല. എൻ്റെ എല്ലാവർക്കും അറിയാം, എൻ്റെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും രാഷ്ട്രീയ ജീവിതത്തിലാണെങ്കിലും പൊതുജീവിതത്തിലാണെങ്കിലും ഇന്ന് വരെ ഒരാക്ഷേപത്തിന് ഇട കൊടുത്തിട്ടുള്ള ആളല്ല ഞാൻ. ജോസഫ് വാഴക്കൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.